നമസ്കാരം. എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ പച്ചയായ ജീവിതം പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്നിട്ട മഹാനായ ഒരു കലാകാരൻ നമ്മെ വിട്ടു പിരിഞ്ഞു, അല്ലേ? ശ്രീനിവാസൻ, അല്ലെങ്കിൽ മലയാളികളുടെ ശ്രീനിയേട്ടൻ. അതെ, അദ്ദേഹം ആരായിരുന്നു നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരുപാട് ചിന്തിക്കാനും ചിരിക്കാനും അവസരമൊരുക്കുന്ന ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചു. രാഷ്ട്രീയത്തിൻ്റെ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെ വേണം ഒരു രാഷ്ട്രീയക്കാരൻ, എങ്ങനെ പോകണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സന്ദേശം എന്ന സിനിമയിലൂടെയും അതേപോലെ അറബിക് കഥ എന്ന സിനിമയിലൂടെയൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു. യുവ സംരംഭകരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വരവേൽപ്പ്, അതേപോലെ മിഥുനം, നമ്മുടെ നടന വിസ്മയമായിട്ടുള്ള ലാലേട്ടൻ പകർന്നാടിയ ആ രണ്ട് ചിത്രങ്ങളും ഇന്ന് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടവും ഇന്നും തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. 90കളിലെ തൊഴിലില്ലായ്മ, ഒരാളുണ്ടാക്കുന്ന അപകർഷതാബോധം, ഇതെല്ലാം കോറി വരച്ചിട്ടിരിക്കുന്ന നാടോടിക്കാറ്റ്. അതിൽ ഓരോരുത്തരുടെയും ഓരോ കഥാപാത്രങ്ങളുടെയും ദുഃഖവും സങ്കടവും എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ ചിരിയുടെ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് തൻ്റെ തൂലിക കൊണ്ട് യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാട്ടാതെ സമൂഹത്തിൽ കാണുന്ന എല്ലാ ഉച്ചനീചത്വങ്ങൾക്കും ന്യായ അന്യായങ്ങൾക്കും കെടുകാര്യസ്ഥതയ്ക്കുമൊക്കെ ശബ്ദം മുഴക്കിയ മഹാനായ ഒരു കലാകാരനായിരുന്നു നമ്മുടെ ശ്രീനിയേട്ടൻ. ഞാനും നിങ്ങളുൾപ്പെടെയുള്ള എത്രയോ ആളുകൾ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ചിരിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, അല്ലേ? അദ്ദേഹം രാഷ്ട്രീയവും അതേപോലെ സന്മാർഗവും മാത്രമല്ല, പൊന്മുട്ടയിടുന്ന താറാവിലൂടെ, ഇന്നത്തെ കാലത്ത് പറയണം തേച്ചു പോയതിന് തേച്ചൊട്ടിച്ചു എന്ന് പറയും, അല്ലേ? അതുപോലെ അന്നത്തെ കാലത്ത് വളരെ നർമ്മം കലർന്ന ഒരു തിരക്കഥയിലൂടെ, രഘുനാഥ് പലേരിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിലേക്ക് അദ്ദേഹം വേഷം പകർന്നാടിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നായകനെ നമുക്ക് ലഭിക്കുകയായിരുന്നു. അതേപോലെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിൽ മോഹൻലാലാണ് നായകനെങ്കിലും അതിൽ ലാലേട്ടനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്തത് എനിക്ക് തോന്നിയത് ശ്രീനിയേട്ടനാണെന്നാണ്. അതിലെ വില്ലനായിട്ട്, ഒരു ഡാർക്ക് ഷെയ്ഡ് വില്ലനായിട്ടുള്ള, എന്നാൽ നർമ്മം തുളുമ്പുന്ന വില്ലനായിട്ട് മുമ്പോട്ട് പോയ ശ്രീനിയേട്ടൻ്റെ ആ പ്രകടനം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യഹാരം, പൂക്കളും പുഴകളും പൂനിലാവിൻ ലഹരിയിൽ ഭൂമി സുന്ദരം. ഈ പാട്ട് പാടി നടക്കുന്ന ഒരു പ്രണയ നായകനെയും നമുക്ക് ശ്രീനിയേട്ടനിലൂടെ കാണാൻ കഴിഞ്ഞു. ഊർവശി ചേച്ചി ഒരിക്കൽ പറഞ്ഞത്, നമ്മുടെ നടിയായിട്ടുള്ള ഊർവശി ചേച്ചി പറഞ്ഞത്, സൗന്ദര്യം നായകന് ഒരു പ്രാധാന്യമില്ലാത്ത കാര്യമാണ്, അഭിനയവും ഭാവവുമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടതെന്ന് കാണിച്ചു തന്ന ചുരുക്കം ചില നടന്മാരൊരാളാണ് ശ്രീനിവാസൻ എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. സത്യം തന്നെയാണ്. ശ്രീനിവാസൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള പുഞ്ചിരിയിൽ അദ്ദേഹം കാണിക്കുന്ന ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ഭാവവ്യതിയാനങ്ങളിലൂടെ നമ്മുടെ അന്തരംഗം എപ്പോഴും ചിരിക്കാനും വിഷമങ്ങളെ മറക്കാനും കുറച്ചു നേരം എല്ലാം വിട്ട് ഒന്ന് ഫ്രീ ആകാനും അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നലെ ആ ന്യൂസ് കേട്ടപ്പോൾ തൊട്ട് ഒരു വിങ്ങൽ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കലാകാരന്മാർ നമ്മളെ വിട്ടുപോയെങ്കിലും ശ്രീനിയേട്ടൻ വിട്ടുപോയി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ, അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ലാലേട്ടനും മമ്മൂക്കായും അതേപോലെ മറ്റ് മഹാനടന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ നിശ്ചലമായ ജഡത്തിന് മുൻപിൽ ഇരുന്ന് കരയാതെ കരയുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടു, അല്ലേ? അത് തന്നെയാണ് എല്ലാ മലയാളികൾക്കും. ശ്രീനിയേട്ടാ, നിങ്ങൾ വിട്ടുപോയി എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ട് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ച അറബിക് കഥ എന്ന സിനിമയിലൂടെ അറിയാതെ ഒന്ന് കടന്നു പോകാൻ പറ്റി. അത് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്താണ്, 2007 ആ സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. അന്ന് ഇവിടെ ഗുരുതിപ്പാട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ, ചേന്നമംഗലം പറവൂർ റൂട്ടിൽ, അവിടെ ഒരു ക്ഷേത്രത്തിൽ കരോക്കെ ഗാനമേളയ്ക്ക് ഞാനത് ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചൊരു പാട്ടും കൂടിയായിരുന്നു. അപ്പോൾ ആ പാട്ട് ഇന്നലെ കേട്ടപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച് അഭ്യസിച്ചിരുന്ന ആ വരികളൊക്കെ വീണ്ടും ഹൃദയത്തിൽ തട്ടി വേദനിപ്പിച്ചുകൊണ്ട്, ഒന്ന് നീറിക്കൊണ്ട് അത് വീണ്ടും പുറത്തേക്ക് വന്നു. അപ്പോൾ
അതെ, ശ്രീനിയേട്ടൻ്റെ ആത്മാവിന് മുൻപിൽ, ആ മഹാനായിട്ടുള്ള കലാകാരന് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്, എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ഗാനം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. അതെ, അറബിക്കഥ എന്ന ചിത്രത്തിലെ തിരികെ ഞാൻ വരുമെന്ന, തിരിച്ചു വരില്ല എന്നറിയാം, എങ്കിലും അങ്ങ് വരുമെന്ന ആ ഒരു ആശയോടെ കണ്ണുനീരിൽ കുതിർന്ന പ്രണാമങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ് ഈ ഗാനത്തിലൂടെ. അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും, വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവറമ്പോർമ്മയിൽ കണ്ടു, വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും, ഞാനും കൊതിക്കാറുണ്ടെന്നും, ഞാനും കൊതിക്കാറുണ്ടെന്നും. ഗൗരി മനോഹരി എന്ന രാഗത്തിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു ഭാവമെന്ന് വെച്ചാൽ കുറച്ച് വിരഹം, ഒരു പ്രത്യാശ, ഇതെല്ലാം നൽകുന്ന ഒരു ഭാവമാണ് ഗൗരി മനോഹരിക്കുള്ളത്. പട്ട് ദീപ് എന്നും പറയുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഈ രാഗത്തിനെ. അപ്പോൾ ആ ഭാവം പൂർണ്ണമായിട്ട് ഈ പാട്ടിൽ ശരിക്കും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ, ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ, തിരപുൽകും നാടെന്നെ തിരികെ വിളിക്കുന്നു ഇളവെയിലിൻ മധുരക്കിനാവായി. തിരികെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും, ഞാനും കൊതിക്കാറുണ്ടെന്നും. ശ്രീനിയേട്ടനും ശ്രീ പിണറായി വിജയനുമായിട്ടുള്ള ഒരു അഭിമുഖം കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ വീക്ഷണം, ആരാധന, ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ശ്രീനിയേട്ടൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷയിൽ ജയിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നേർച്ചയിട്ട കഥകളും, ആ സാധാരണക്കാരനിൽ നിന്ന് കുറച്ച് ചിന്താശേഷിയിലെത്തിയപ്പോൾ നിരീശ്വരവാദിയായിട്ട് കുറച്ച് കാലം നടന്നതും, പിന്നീട് നിരീശ്വരവാദത്തിൽ നിന്ന് കുറച്ചും കൂടെ സംതിങ് ഈസ് ദർ, ഇവിടെ എന്തോ അജ്ഞാതമായൊരു ശക്തിയുണ്ട്, അതിന് രൂപവും ഭാവവുമില്ല, ഒരു ശക്തി, അതിലേക്ക് ഞാൻ പൂർണ്ണമായിട്ടും കടപ്പെട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന ഒരു ചിന്താധാരയാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത്. എവിടെയൊക്കെയോ സാധാരണക്കാരിൽ നിന്ന് ഉയർന്ന തരത്തിലുള്ള ഒരു ആധ്യാത്മിക വീക്ഷണകോണം എവിടുന്നൊക്കെയോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവണം. അതും ആ ഇൻ്റർവ്യൂ നിങ്ങൾ കൈരളി TV-യുടെ ഇൻ്റർവ്യൂസിൽ കിടക്കുന്നുണ്ട്. നല്ല രസമുള്ള നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഒരു ലളിതമായ പച്ചയായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ, അതിൽ നിന്നുണ്ടാവുന്ന പല അങ്കലാപ്പുകൾ, പിന്നീട് വിശ്വാസത്തിലേക്കും ബുദ്ധിപരമായിട്ടുള്ള ധിഷണയിലേക്കൊക്കെ കടക്കുന്ന ഒരാളെ നമുക്ക് ശ്രീനിയേട്ടനിൽ കാണാൻ കഴിയും. അതെ, ഏതോ ഒരു ചിത്രത്തിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. നന്മ മാത്രമല്ല അദ്ദേഹത്തിന്, കുറച്ചൊക്കെ അദ്ദേഹം വിവാദങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് പല പല കാര്യങ്ങളിലും. അവസാന കാലം ആയപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, ഒരു കലാകാരനെ നശിപ്പിക്കുന്നതിൽ ഒരുപാട് ലഹരിക്ക് പ്രാധാന്യമുണ്ടെന്ന് വീണ്ടും അദ്ദേഹം കാണിച്ചു തരികയാണ്.
ഒരുപാട് കലാകാരന്മാർ നമ്മളെ വിട്ടുപോയത്, അകാലത്തിൽ വിട്ടുപോയത് ഈ കുത്തഴിഞ്ഞ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് കലയാകണം ലഹരി. സംഗീതവും നൃത്തവും നടനവും എല്ലാമാവുന്ന കലയാകണം നമ്മുടെ ഉള്ളിൽ ആത്യന്തികമായിട്ട് ലഹരി. ആ ലഹരിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു വന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയ്ക്ക് വിരാമം കുറിക്കുന്നത്. അതെ, വീണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്. പുഴ പോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും. തുഴ പോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും. മനമുരുകി പാടുന്ന പാട്ടിൽ മറുപക്ഷി പിടയുന്ന ചിറകൊച്ച കേട്ടു. മനമുരുകി പാടുന്ന പാട്ടിൽ മറുപക്ഷി പിടയുന്ന ചിറകൊച്ച കേട്ടു. തിരികെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമ്മയിൽ കണ്ടു. വെയിലേറ്റുവാടുന്ന ചെറുമികൾ കേൾക്കുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തണലും തണുപ്പും ഞാൻ കണ്ടു. തണലും തണുപ്പും ഞാൻ കണ്ടു. കണ്ടു. വീണ്ടും വീണ്ടും ആ മഹാനായ കലാകാരൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ഒരു പിടി മിഴിനീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കരുതട്ടെ. ശരി.